ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രിസ്പി സ്നാക്ക് റെസിപ്പിയാണ്. നല്ല കറുമുറ ഒരു സ്നാക്കാണ് കേട്ടോ ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. കണ്ടാലും മുറുക്കൊക്കെ പോലെയാണെങ്കിൽ മുറുക്കിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഉരുളക്കിഴങ്ങൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയിട്ടാണ് വേവിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊലിയോട് കൂടി തന്നെ കുക്കറിലിട്ടിട്ട് വെന്തതിന് ശേഷം തൊലി മാറ്റിയാൽ മതി കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഇനി ഇത് നല്ല പോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ സ്മാഷറൊന്നും വീട്ടിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ കപ്പോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാലും കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്നും ചെയ്യരുത്, അപ്പോൾ കുറച്ചും കൂടെ ലൂസായി പോവും. അപ്പോൾ നമുക്ക് മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നല്ല പോലെ കഷ്ണങ്ങളില്ലാണ്ട് ഉടച്ചെടുക്കുക. അത് എങ്ങനെ ഏത് വിധത്തിലാണെങ്കിലും കുഴപ്പമില്ല, ലൂസായി പോവരുത് നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു പേസ്റ്റ്. അപ്പോൾ നല്ല പോലെ ഉടച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കൂടുതൽ സാധനങ്ങളൊന്നും ചേർക്കാനില്ല കേട്ടോ. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഉള്ളി, അതുപോലെ ഒരു ചെറിയ വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പിലും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. ഇനി നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു പേസ്റ്റിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത്. മൈദ ഗോതമ്പ് പൊടിയൊന്നല്ല, അരിപ്പൊടി തന്നെ ചേർക്കുക. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ചതച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉണ്ടാവരുത്. എന്നാൽ ഒരുപാട് പേസ്റ്റായി പോകണ്ട, ചെറുതായിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മഞ്ഞളൊന്നും ചേർക്കണ്ട കേട്ടോ. മഞ്ഞൾ നിങ്ങൾക്ക് കുറച്ച് മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടിയും നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പും മുളകും എല്ലാം എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ മാവ് ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. ലൂസാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പാകം കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പൊടി കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ നിറച്ചിട്ടാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ കുറ്റി എടുത്തിട്ട് മുറുക്കിൻ്റെ ചില്ലുണ്ടല്ലോ, അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വലിയ ചെറിയ അതുള്ള മിക്സ്ചറിൻ്റെ ആ ഒരു ചില്ലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് മുറുക്കിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പ് തന്നെ കിട്ടും. അതുപോലെ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് തോന്നുകയും ചെയ്യും കാണുമ്പോൾ. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുറുക്കിൻ്റെ ചില്ലിട്ടിട്ട് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ മാവ് നമുക്കിതിൻ്റെ ഉള്ളിൽ കോരിയിട്ട് നിറച്ച് കൊടുക്കുക. സാധാരണ നമ്മൾ മുറുക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. പിന്നെ അടച്ചിട്ട് നമ്മൾ ഓയിലിത് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് അടച്ചിട്ട് ഈ ഒരു സമയം തന്നെ നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിലിലോ വെളിച്ചെണ്ണയിലോ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഓയിലിൽ വേണം നമ്മളിതുപോലെ ഇത് പിഴിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ ചെയ്യേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ഫോയിലോ ആദ്യം ഒന്ന് ഇതുപോലെ ചുറ്റിച്ച് വെച്ചതിന് ശേഷം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നല്ല പോലെ ആയി വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിന് കോരി മാറ്റാം. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ അത് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ അത്. അപ്പോൾ ബാക്കിയുള്ള മാവൊക്കെ നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ചുറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നിങ്ങൾ ബട്ടർ പേപ്പറിൽ ഇതിൽ ചുറ്റിച്ച് വെച്ചതിന് ശേഷം ഓയിലിലേക്ക് പതുക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മുറുക്കൊക്കെ സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലേക്ക് ചൂട് തട്ടും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നല്ല കറക്റ്റ് ഷേപ്പിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ കയ്യിലേക്ക് ചൂട് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കറക്റ്റ് ഷേപ്പൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾ
നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് കാണുമ്പോഴും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്നാക്കാണ്, പക്ഷെ കഴിക്കുമ്പോഴും അതുപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. മുറുക്കാണെന്ന് വിചാരിക്കും, പക്ഷെ മുറുക്കല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ, എരിവൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടിയാൽ മതി. പച്ചമുളകും മുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്നാക്കാണ്, എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. അപ്പോൾ നല്ല കറുമുറ ഒരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ഉണക്കമുളകൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മിക്സിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ഇതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.